കീരമ്പാറയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കുട്ടിയാന ഉൾപ്പെടെയുള്ള ആനക്കൂട്ടം പ്ലാന്റേഷന് എത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. ഓടിച്ചുവിട്ടാലും ഈ ആനക്കൂട്ടം താമസിയാതെ പ്ലാന്റേഷനിലേക്ക് തിരികെ എത്തുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കീരമ്പാറ പുന്നേക്കാട് മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ സാന്നിധ്യം. ആനകൾ എത്തിയതറിഞ്ഞ് രാത്രിയും പകലും വനംവകുപ്പ് നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കോതമംഗലം തട്ടേക്കാട് പാതയിൽ കോതമംഗലത്ത് നിന്നും 8 കിലോമീറ്ററോളം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനസാന്ദ്രതയേറിയ പ്രദേശമാണ് പുന്നേക്കാട്. പുന്നേക്കാട് പ്ലാന്റേഷന്റെ അതിർത്തി പ്രദേശത്തെ പുരയിടങ്ങളിൽ ഇതിനകം നിരവധി തവണ ആനകൾ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ കളപ്പാറയിൽ സ്കൂട്ടർ യാത്രക്കാരന് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ വലിയ ഭീതിയിലാണ് നാട്ടുകാർ. പുന്നേക്കാട് തട്ടേക്കാട് പാതയിൽ 4 കിലോമീറ്ററോളം ദൂരം വനമേഖലയിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ച് ജനവാസ മേഖല സുരക്ഷിതമാക്കുന്നതിന് വനംവകുപ്പ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമാകുമോ എന്നുള്ള ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ആനകൾ പുഴ കടന്നെത്തുന്നത് തടയാൻ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ട്രെഞ്ച് താഴ്ത്തുക മാത്രമാണ് പോംവഴിയെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തില് പുന്നേക്കാട് തട്ടേക്കാട് റൂട്ടിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളെല്ലാം കണ്ടു കാണും. കാട്ടാന ആക്രമണം അതിരൂക്ഷമാണ്. പണ്ടൊക്കെ രാത്രി കാലങ്ങളുണ്ടായിരുന്ന കാട്ടാന ഇപ്പോൾ പകലും ഇറങ്ങി തുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കാട്ടാനകൾ മാത്രമല്ല, കാട്ടാനകൾ മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിലും കൂടി മാറിയിരിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾ അപകടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇത് വനംവകുപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തും കുട്ടമ്പുഴ ഉരുളന്തണ്ണി EDCയും സംയുക്തമായിട്ട് കാട് വെട്ടിത്തെളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ വനംവകുപ്പ് ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു, വനംവകുപ്പ് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഫയർ ലൈൻ വെട്ടിയാൽ മാത്രം പോരാ. കാട്ടാന ശല്യം രൂക്ഷമായപ്പോൾ തുണ്ടം പോലുള്ള ഏരിയയിലെ പോലെ തന്നെ ഒരു 30-60 മീറ്റർ വീതിയിൽ കൃത്യമായി ചെറുമരങ്ങളടക്കം ഇടമരങ്ങളടക്കം പലപ്പോഴും വനംവകുപ്പ് ഇടമരങ്ങൾ മുറിക്കുവാൻ അവർ വിസമ്മതിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട DFO അതിന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടമരങ്ങളടക്കം മുറിച്ചുകൊണ്ട് കൃത്യമായി ഈ റൂട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന ജനങ്ങൾക്ക് അകലയിൽ നിന്ന് കാണുവാനുള്ള കാഴ്ച വനംവകുപ്പ് അടിയന്തരമായിട്ട് ഒരുക്കണം. അതുപോലെ തന്നെ ഈ റൂട്ടിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം, സജി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം അപകടപ്പെട്ട് ഇവിടെയാണ്. തലമുടി നാഴിക്കാൻ അദ്ദേഹം ആനയുടെ ആക്രമണത്തിന് രക്ഷപ്പെട്ടത്. ഈ തൊട്ട് ബാക്കിൽ, ഇവിടുന്ന് ഒരു 10 മീറ്റർ ബാക്കിലാണ് ഈ അപകടം ഉണ്ടായത്. അതുപോലെ തന്നെ ഈ റൂട്ടിൽ നമുക്കറിയാം ഇവിടെ ഏറുമാടമൊക്കെ ഉണ്ട്. ആ ഏറുമാടത്തിലൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 24 മണിക്കൂറും RRTയുടെ പ്രവർത്തിക്കണം. ആനയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇതുകൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ അറിയിക്കേണ്ടത് വനംവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ആനക്കൂട്ടം തമ്പടിച്ചിട്ടുള്ളത് ചേലമല ഭാഗത്ത് ഉൾക്കാട്ടിലാണ് എന്നാണ് വനംവകുപ്പ് ജീവനക്കാരുടെ കണക്കുകൂട്ടൽ. കുട്ടമ്പുഴ പൂയംകുട്ടി വനമേഖലയിൽ നിന്നും പെരിയാർ നീന്തിക്കടന്നാണ് ആനകൾ ചേലമല വനഭാഗത്തെത്തുന്നത്. ഈ സാഹചര്യത്തിൽ ആനശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി പൊട്ടയ്ക്കൽ ആവശ്യപ്പെട്ടു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് പോകുന്ന കവാടമായ തട്ടേക്കാട് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ തട്ടേക്കാട് പുന്നേക്കാട് റോഡിൽ 3 കിലോമീറ്റർ 2 സൈഡും വനമാണ്. ഈ വനം ഏരിയയിൽ ഇപ്പോൾ എപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ രാത്രിയിലാണ് ആന ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പകൽ സമയങ്ങളിലടക്കം ആന യഥേഷ്ടം വിഹരിക്കുകയാണ്. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് സജി എന്ന് പറയുന്ന ഒരാൾ പകൽ 8:30 മണിക്ക് ഇതുവഴി സ്കൂട്ടറിൽ പോയപ്പോൾ ആ ആളുടെ പുറകെ ആന ഓടിയെത്തിയും അദ്ദേഹത്തിൻ്റെ ആ വണ്ടി ആക്സിഡൻ്റായി അദ്ദേഹം ഇപ്പോൾ ധർമ്മപുരി ചികിത്സയിലാണ്. 3 മാസങ്ങൾക്ക് മുമ്പാണ് മാമലക്കണ്ടത്ത് നിന്ന് ഒരു രോഗിയെയും കൊണ്ട് കോതമംഗലത്തേക്ക് പോയ ഒരു ഓട്ടോറിക്ഷ രാത്രി 10 മണിയോടടുത്ത് ഇതേ റൂട്ടിൽ തന്നെ ബ്ലാവ് വട്ടം ചാടി ആ ഓട്ടോറിക്ഷ ഡ്രൈവർ അതിദാരുണമായി കൊല്ലപ്പെട്ടു. നിരവധി ആക്സിഡൻറ്റുകളാണ് ഇവിടെ വന്യമൃഗ ശല്യം മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വനം വകുപ്പ് തികച്ചും നിസ്സംഗമായ രീതിയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ 15ഓളം വരുന്ന ആദിവാസി കുടികളിലെ ആളുകൾക്ക് പോകാനുള്ള ഒരേ ഒരു വഴിയും, അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് 11 വാർഡുകളിൽ നിന്നുള്ള ആളുകൾ പോകാനുള്ള ഏക വഴി ഇത് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം, ഈ അടുത്ത കാലത്തായി മാമലക്കണ്ടം വഴി മൂന്നാറിലേക്ക് പോകുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ വഴിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വഴിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വനം വകുപ്പ് 24 മണിക്കൂറും ഇവിടെ ശക്തമായ പെട്രോളിംഗ് ഇവിടെ ഉണ്ടാവുകയും അതുപോലെ തന്നെ ആ പെട്രോളിംഗ് ഇവിടെ ഒരു പെട്രോളിംഗുകാർക്ക് നിൽക്കാനായിട്ട് ഒരു മാവിൻ്റെ മുകളിൽ ഒരു ഏറുമാടം ഉണ്ട്. നേരത്തെ അവിടെ ആളുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ വാച്ചർമാരുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഏറുമാടം വെറുതെ ഒരു കാഴ്ച വസ്തുവായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ്. അതിനകത്ത് യാതൊരുവിധ സംവിധാനവും ഡിപ്പാർട്ട്മെൻറ്റ് ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഇവിടെ പണിക്കിറങ്ങിയിരിക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ 16-ാം വാർഡ് ഉരുളന്തണ്ണി EDCയിലെയും അതുപോലെ തന്നെ കീരമ്പാറ പഞ്ചായത്തിലെയും സന്നദ്ധരായിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. EDC എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മനുഷ്യരുമായിട്ടുള്ള ഒരു
അമൃതാമൻ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി. അപ്പോൾ ആ കമ്മിറ്റിയിലുള്ള ആളുകൾ ഒരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. യുവാക്കളും അതുപോലെ തന്നെ മറ്റ് ക്ലബ്ബുകളും എല്ലാം ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ലാത്തതുകൊണ്ട് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കടന്നു വരണം. അതിനൊരു മാതൃക കൂടിയായിട്ട് ഈ EDC പ്രവർത്തിച്ചിരിക്കുകയാണ് എന്നുകൂടി അറിയുകയാണ്. മീഡിയ 60 കോതമംഗലം.